ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇത്. അപ്പം മോൻ ഉറക്കമായിരുന്നു. അപ്പം അവളാണെങ്കിൽ അവനെ കുത്തി ഉണർത്തിയിട്ട് കളിപ്പിക്കും അവനെ. പിന്നെ ഞങ്ങളാണെങ്കിൽ അവനെയും കൊണ്ട് പുറത്ത് വന്നിരുന്നു കേട്ടോ. കുറച്ച് നേരം നിന്നപ്പോൾ അത് അച്ഛനാണെങ്കിൽ ചായയ്ക്ക് കടിയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ചായ കുടിയൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. പിന്നെ അവൾക്ക് തിന്നാൻ വേണ്ടി ഒരു ബോണ്ട മാത്രമായിട്ട് അച്ഛൻ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേ. പക്ഷെ അവൾ കഴിച്ചില്ല കേട്ടോ. അത് ഞാനെടുത്ത് കഴിച്ചു. അച്ഛൻ പിന്നെ പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നതാ, നീ എന്തിനാ അവൾക്ക് കൊടുക്കാതെ കഴിച്ചെന്നൊക്കെ. പക്ഷെ ഞാൻ കഴിച്ചു കേട്ടോ. അവൾ കഴിച്ചില്ല. അവൾക്ക് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത അവളുടെ വയർ ഫുല്ലായിരുന്നപ്പോൾ അച്ഛൻ കൊണ്ടുവന്നേ. പിന്നെ ഞങ്ങളാണ് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട്. ഇതെല്ലാം അമ്മയുടെ കലാവിരുദ്ധ കേട്ടോ. ഇതിങ്ങനെ വളർത്തുന്നതൊക്കെ നട്ട് വളർത്തുന്നതൊക്കെ അമ്മയുടെ മാത്രം കലാവിരുദ്ധ. ഞങ്ങൾ അതിനകത്തൊന്നും കൈ കടത്താനേ വരത്തില്ല കേട്ടോ. വെള്ളം പോലും ഒഴിക്കുന്ന അമ്മ തന്നെ, ഞങ്ങൾ അതിനകത്തൊന്നും വരാറേ ഇല്ല. പിന്നെ ഇതുണ്ട് പാഷൻ ഫ്രൂട്ട്, അതാ പടർത്തി വെച്ചേക്കുന്നത്. അതിനകത്തുണ്ട് കേട്ടോ കായ നിറച്ച് കായുണ്ട്. ഇപ്പം ആദ്യമായിട്ടാണ് തോന്നുന്നത് അത് പൂത്തത്. പിന്നെ ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് പിന്നെ അങ്ങ് പോയതാണ്. പിന്നെ ഇതിപ്പോൾ ആദ്യം മുതൽ വീണ്ടും വിളിച്ച് വന്നതാണ്. അവളാണെങ്കിൽ താഴോട്ട് റോഡിലോട്ട് ഇറങ്ങി പോകാൻ നോക്കുക കേട്ടോ. കണ്ണ് തെറ്റി അവൾ പോകും. ആ ചെടികളൊക്കെ എടുത്തു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ നിങ്ങളിതെല്ലാം കാണിച്ചേക്കാം കേട്ടോ. അങ്ങനെ ഇത് മൊത്തം എടുക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അപ്പുറത്ത് 2 മാവൊക്കെ ഉണ്ട്. ഇതിന് താഴെ ഒരു മാവുണ്ട് കേട്ടോ. അതിനകത്ത് ഈ വർഷം ആദ്യമായിട്ട് മാങ്ങ ഒരു 5-6 മാങ്ങ വന്നതാണ്. ആദ്യമായിട്ട് വന്നു. കിണറിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ ഒരു മാവ്. അതിനകത്ത് മാങ്ങയുണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കേട്ടോ അത് ആദ്യമായിട്ട് പൂക്കുന്നത്. 2ാമത്താണ് കേട്ടോ ഈ വർഷം. പിന്നെ ഞാനാണെങ്കിൽ വന്ന സമയത്തൊക്കെ ചൂല് വെച്ചിട്ട് വന്ന് അടിക്കുമായിരുന്നു മാവിൽ. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേൾക്കായിരുന്നു കേട്ടോ. അങ്ങനെ പൂക്ക് അതേയും കായ്ക്കാതെയൊക്കെ നിൽക്കുന്നതിനകത്ത് ഇങ്ങനെ വന്നിട്ട് അടിക്കുവാണെങ്കിൽ, ചൂല് വെച്ചിട്ട് അടിക്കുവാണെങ്കിൽ അടുത്ത വർഷം നമ്മളിങ്ങനെ പറയും, ചൂല് വെച്ചിട്ട് അടിച്ചിട്ട് അടുത്ത പ്രാവശ്യം കായ്ച്ചില്ലെങ്കിൽ നിങ്ങളെ മുറിച്ച് കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കായ്ക്കുമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വെറുതെ പരീക്ഷിച്ചത്. പക്ഷേ എൻ്റെ പരീക്ഷണ ഫലമൊന്നുമല്ല. എന്നാലും കായ്ച്ചല്ലോ, അത് മതിയല്ലോ. ഈ ചെടിക്കകത്തൊക്കെ കുറേയൊക്കെ ഞങ്ങളും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നതായിരുന്നു കേട്ടോ. ഇപ്പം അല്ല, നേരത്തെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ബൈക്കിലൊക്കെ പോയിട്ട് വരുമ്പം എവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ എടുത്തുകൊണ്ട് വരുമായിരുന്നു ചെടികളൊക്കെ. എന്നിട്ട് ഇങ്ങനെ കുറേ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അനിയൻ്റെ കല്യാണമായ സമയത്ത് അതെല്ലാം എടുത്ത് മാറ്റിയതാണ് കേട്ടോ. ഇതിനിടയിൽ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. അവളെ കണ്ണ് തെറ്റിക്കാൻ പറ്റത്തില്ല. ഒരു പൂച്ചയുണ്ട്, അതിൻ്റെ വാല് പിടിച്ചോണ്ടിങ്ങനെ നടക്കും കണ്ണ് തെറ്റിയാൽ. ഞാൻ അവളെ കിണറിൻ്റെ അവിടെ നിൽക്കുന്ന മാങ്ങയെ കാണിച്ചു തന്നിട്ട് അതിനകത്ത് ആകെ ലാസ്റ്റ് 2 മാങ്ങയുള്ളൂ. അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ആ മാങ്ങയും പറിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഈ വോയിസ് കൊടുക്കുന്നത്. ആകെ 2 മാങ്ങയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഒരെണ്ണം കേടായിരുന്നു. മറ്റൊരെണ്ണമാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഉരുണ്ട അപ്പുറത്തെ കണ്ടെത്തി പോയി കേട്ടോ. അതാണെങ്കിൽ അമ്മയും അച്ഛനും പോയി മാറി നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അത് പോയി. 2 മാങ്ങയും പോയി. ഏട്ടൻ്റെ ആദ്യത്തെ വണ്ടിയാട്ടോ അതാ കാണുന്നത്. എന്തോ എൻജിൻ പണിയൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതാ മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നേ ഉള്ളൂ. അവൾക്ക് ആ വണ്ടിക്കകത്ത് വന്നിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ സ്റ്റാർട്ടാക്കി നോക്കുകയും എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് വിശ്വസിച്ച് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. പകുതി വെച്ചിട്ട് ആ വണ്ടി ഓഫായി പോകും. പിന്നെ അവിടുന്ന് ഇവിടെ ശരിയാക്കി വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ എന്നാ പോകുന്നത്. ഇവിടെ എൻ്റെ മോനിരിപ്പുണ്ട്. അച്ഛനും അപ്പോൾ വന്നതേ ഉള്ളായിരുന്നു. എവിടെയോ ഇലക്ഷൻ്റെ റിസൾട്ട് കാണാൻ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പാഷൻ ഫ്രൂട്ട് വീഴുന്നുണ്ടെന്ന്. മേളിൽ നിന്ന് വീഴുന്നത്, നമുക്ക് താഴെ നിന്നൊന്നും പഴുത്തില്ല. ഇത് മേളിൽ ഞങ്ങളുടെ തറയിൽ വീണ് കിടക്കുമ്പോഴാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മോക്കിങ്ങനെ കൊടുക്കുന്നത്. അതിന് പറയുമ്പോൾ മധുരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പുളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അവൾക്ക് കൊടുത്തത്. ആദ്യമായിട്ടുള്ളതായതുകൊണ്ടായിരിക്കും അത്രയും പുളിയെന്ന് തോന്നുന്നു, അറിയത്തില്ല. പഞ്ചസാര പഞ്ചസാരയാണ് നോക്കിയത്. ഇപ്പം ചിന്ന കാണിച്ചേ അമ്മ ഫോട്ടോ എടുക്കട്ടെ. ചിന്ന കാണിച്ചേ. എൻ്റെ പൊന്നോ, അവൾ ആദ്യമായിട്ടാട്ടോ അത് തിന്നുന്നത്. പക്ഷെ അവൾ അങ്ങനെ കോരി കുടിച്ചൊന്നുമില്ല. അതിൻ്റെ നീര് മാത്രം ഇങ്ങനെ എടുത്തിട്ട് അത് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ പിന്നെ അതുകൊണ്ട് 1.5 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയേ വേണ്ട കേട്ടോ. അതുകൊണ്ടെങ്കിൽ ഇരുന്നോളൂ അവൾ. പിന്നെ എന്ത് കിട്ടാലും അവൾ എനിക്കും തരും കേട്ടോ. ആരെങ്കിലും മുട്ടായി കൊടുത്താലും അവൾ പറയും അമ്മയ്ക്കൂടെ കൊടുക്കാൻ. വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും അമ്മയുടെ അടുത്ത് പോയി മുട്ടായി വാങ്ങിച്ചാൽ അവൾ പറയും അമ്മയ്ക്കൂടെ വേണമെന്ന്. അങ്ങനെ വാങ്ങിക്കും കേട്ടോ. അമ്മ കാച്ചു വേണ്ട വേണ്ട
ആ മതി മതി. ഓ അത് അവളെ ഉമ്മ കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും നിരത്തി പിടിച്ച് കൊടുക്കുക, ബേബിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാലിന് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. എന്നാലും നമുക്ക് മുഖത്ത് കൊടുക്കണം. മുഖത്ത് ഉമ്മ കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. കോരിക്കോരി തിന്നടി. നീര് മാത്രം ഊറ്റി കുടിക്കുക. ഇഷ്ടമില്ല? അമ്മ കൊടുക്ക്.